ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരുമിച്ചൊന്ന് പറയാം. എൻ്റെ ദൈവം, എൻ്റെ അപ്പ വിശ്വസ്തനാ. അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഒരു കാരണവശാലും ഭംഗം വരത്തില്ല. പ്രൈസ് ഗാഡ്. അതെ, കർത്താവ് വിശ്വസ്തനാ. നിങ്ങൾ ഒരാവശ്യവുമായി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴല്ല നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുവാൻ ദൈവം തൻ്റെ കരം നീട്ടുന്നത്. പകരം നിങ്ങളുടെ ജനനത്തിനു മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് നിങ്ങൾക്കായി സകലതും ഈ ഭൂമിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടാ ഇവിടേക്ക് അയച്ചത്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നല്ലേ വചനം പറയുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾ അപ്പയെ അറിയിക്കുന്നതിന് മുമ്പേ അപ്പ സകലതും അറിയുന്നല്ലേ മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. അതെ, കെരുത്ത് തോട്ടിലെ വെള്ളം വറ്റുന്നതിന് മുമ്പ്, കാക്കയുടെ വരവ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ സറിഫാത്തിൽ ഒരു ഭവനം ഏലിയാവിനായി സ്വർഗം കരുതിയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ത് തന്നെയാണെങ്കിലും, ഇന്ന് ഏതാവശ്യത്തിന് മുമ്പാകെയാണെങ്കിലും ഒന്നും മറക്കണ്ട. ഈ ആവശ്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ അറിഞ്ഞത്, ഇന്നല്ലേ അറിഞ്ഞത്. എന്നാൽ ഇത് അപ്പായ്ക്ക് നേരത്തെ അറിയാം. ആ ആവശ്യത്തിൽ നിങ്ങൾക്കായി കരുതുവാൻ, നിങ്ങൾക്ക് വേണ്ട പ്രൊവിഷൻസ് നൽകുവാൻ അപ്പ കരുതി വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ആ കരത്തിലെത്തും. ഭാരപ്പെടേണ്ട. സാമ്പത്തികമായി വലിയ ആവശ്യത്തിന്റെ മുമ്പാകെയാണോ എന്നായിരിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും ആവശ്യമാണോ? മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കാതെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണോ? ഭാരപ്പെടണ്ട. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അപ്പായുടെ കൺമണിയാകുന്ന, അപ്പായുടെ പൊന്നു മകൻ, മകളാകുന്ന നിങ്ങൾക്കായി സ്വർഗം കരുതിയിട്ടുണ്ട്. നേരത്തെ കരുതി ഒരുക്കി വെച്ചിട്ടുണ്ട്. തക്ക സമയം അത് കരത്തിലേക്ക് തരും. ധൈര്യമായിട്ടിരിക്കുക, നന്ദിയോടെ ആയിരിക്കുക, ദൈവത്തെ എപ്പോഴും സ്തുതിക്കുക. വിശ്വസ്തനായ എൻ്റെ പിതാവേ, എൻ്റെ കൂടെയുള്ളതിന് നന്ദി എന്ന് നിരന്തരം വാ തുറന്ന് പറ. ആ വിശ്വസ്തതയുടെ കരുതൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും. പ്രാർത്ഥിക്കുക. താങ്ക് യു അപ്പ, താങ്ക് യു ലോർഡ്. അങ്ങയുടെ ശ്രേഷ്ഠമേറിയ പ്രൊവിഷൻസിനായി സ്തോത്രം. കുടുംബജീവിതത്തിൽ, ശുശ്രൂഷയിൽ, സാമ്പത്തികമായി, സമാധാനം, സൗഖ്യം, ഏത് മേഖലയിലാണോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങളുള്ളത്, എൻ്റെ കർത്താവ് സ്വർഗീയ കവാടം തുറന്ന് അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തിരിക്കയാൽ സ്തോത്രം. സമൃദ്ധിയായി അങ്ങയുടെ പൊന്നു മക്കളെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവർ നദി പോലെ സമാധാനത്തിൽ നീന്തി തുടിക്കട്ടെ. സാമ്പത്തികത്തിനായി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ സാമ്പത്തികം സമൃദ്ധിയോടെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം എൻ്റെ കർത്താവിൻ്റെ കരം നീട്ടണമേ. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് സ്വർഗീയ ജ്ഞാനം അധികമായി പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. അഭിഷേകത്തിനായി കൊതിക്കുന്നവരുടെ മേൽ അങ്ങയുടെ അസാധാരണമായ അഭിഷേകം ഇന്ന് ഇപ്പോൾ പകരണമേ. താങ്ക് യു മൈറ്റി ഗാഡ്. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി, ഞങ്ങൾക്കായി കരുതുന്നതിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. We love you Lord. ഹല്ലേലൂയ. മഹത്വം അപ്പായിക്ക്. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.